ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഫൈനൽ മത്സരങ്ങളാണ്. വളരെ ആവേശമേറിയ മത്സരത്തിലേക്ക് ഉത്രട്ടാതി വള്ളംകളി കടന്നിരിക്കുന്നു. അല്പസമയത്തിനകം ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വള്ളംകളിയില്ല എന്ന ഇടത്തുനിന്ന് വലിയ ആവശ്യങ്ങൾ ഉയരുകയും അത്തരത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത തരത്തിലൊരു ചടങ്ങാണ് എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ദേശക്കാർക്ക് ആശ്വാസകരമായി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടത്തിയത്. ഇപ്പോൾ അതിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. നിതിൻ തോമസ് ചെയ്യുന്നു. ഇതിൻ്റെ ആവേശകരമായ ഫൈനലിലേക്ക് കടക്കുകയാണ്. സമയം കുറച്ചധികം വൈകിയെന്ന് തോന്നുന്നു. എപ്പോഴാണ് ആരംഭിക്കുക? നിതിൻ, കേൾക്കാമോ? ധന്യ, കേൾക്കാം. ഇപ്പോൾ ഫൈനൽ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എ, ബി ബാച്ചുകൾ രണ്ടുപേരുടെയും ഫൈനൽ മത്സരങ്ങൾ ഇപ്പോൾ അവസാനിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ വിജയികൾ ആരൊക്കെയാണെന്ന് അറിയാൻ സാധിക്കും. ഈ കഴിഞ്ഞ വട്ടത്തെ പോലൊന്നുമല്ല, ഈ പ്രാവശ്യം വേഗതയെ അടിസ്ഥാനമാക്കിയാണ് വേഗതയും അതുപോലെ തന്നെ ഏറ്റവും കുറവ് ടൈമിനുള്ളിൽ ഏറ്റവും ആദ്യം എത്തിയ ആളുകളെ അടിസ്ഥാനമാക്കിയായിരിക്കും വിജയികളെ പ്രഖ്യാപിക്കുക. എന്നാൽ ഹീറ്റ്സ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒന്നാം സ്ഥാനത്ത് വന്ന പലരും ആയിരുന്നില്ല സെലക്റ്റഡ് ആയത്. അതിനൊരു കാരണം എന്തെന്ന് വെച്ചാൽ പലരും മറ്റ് കരകളിൽ നിന്നുള്ള തുഴച്ചിൽക്കാരെ കൊണ്ടുവന്ന് തുഴച്ചിൽ നടത്തി എന്നുള്ള ഒരു കംപ്ലൈന്റ് വന്നിരുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കംപ്ലൈന്റുകൾ വരികയും പല കരകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ ചുറ്റിനും പോലീസ് വളഞ്ഞിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഫൈനൽ വിജയികളെ പ്രഖ്യാപിക്കാൻ പോകുന്നതുമായി സംബന്ധിച്ച് ഇവിടെ മൊത്തത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആരൊക്കെയാണ് വിജയികൾ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പള്ളിയോട സേവാ സംഘം കമ്മിറ്റിയുടെയും റേസിംഗ് കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ ആരൊക്കെയാണ് ജയിച്ചത് എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ടും സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പലരുടെ ഭാഗത്തു നിന്നും വഴക്കുകളും കാര്യങ്ങളിലേക്കും ഒക്കെ പോയിരുന്ന ഒരു ാണ് ഈ ഫൈനൽ കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പോലീസ് വിന്യാസം ഇവിടെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹീറ്റ്സ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പമ്പയാറ്റിൽ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഒന്നാം സ്ഥാനക്കാരെ വന്നവരായിരുന്നില്ല പലരും സെലക്ട് ആയത്. അതിന് വ്യക്തമായ കാരണവും പള്ളിയോട സേവാ സംഘവും റേസിംഗ് കമ്മിറ്റിയും പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഈ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒരു നെഹ്റു ട്രോഫി പോലെ ഒരു വള്ളംകളിയാണ് ഇത്തവണ ഉത്രട്ടാതി വള്ളംകളി നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫീറ്റ്സ് മത്സരങ്ങളൊക്കെ അവസാനിച്ചു. ഫൈനൽ മത്സരങ്ങളുടെ റിസൾട്ട് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും.